നമസ്കാരം. ഗുരുവായൂർ അമ്പലനടയിൽ ഡയറക്ടർ ബൈ ബിപിൻ ദാസ്. നമ്മുടെ ജയ 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 ഹേക്ക് ശേഷം ബേസിൽ ജോസഫ്, പൃഥ്വിരാജ് സുകുമാരൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉള്ള ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ജഗദീഷ്, പിന്നെ നമ്മുടെ ആ കരിക്കിലുണ്ടായിരുന്ന രോമാഞ്ചത്തിലൊക്കെ സിജു ഉത്സ, അങ്ങനെ എന്തോ പേര് കറക്റ്റ് ഓർക്കുന്നില്ല. പുള്ളി നമ്മുടെ അശ്വിൻ, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ അശ്വിൻ, പിന്നെ നമ്മുടെ അനശ്വര, അങ്ങനെ കുറെ നിഖില, വിമൽ, അങ്ങനെ കുറെ പേര് ഇതില് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ത്രൂ ഔട്ട് നമ്മൾ എന്താ പറയാ, ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ കണ്ണ് വെച്ചിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് ഇരിക്കില്ലേ, ആ ഒരു രീതിയിൽ ഈ പടം ഇങ്ങനെ കടന്നു പോവാണ്. പടത്തിനെ കുറിച്ച് പറയണ, ഇതിലെ ഡയറക്ടർ ബ്രില്യൻസ് അതൊന്നും പറയാൻ നിർത്തില്ല. അത്രത്തോളം പുള്ളി അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ, അത്രയും ഒരു ഇതില്. പിന്നെ കൂടുതലുള്ള മ്യൂസിക്, ഞാൻ ഓരോരുത്തരുടെ പേരൊന്നും പറയാം, ഞാൻ അതൊക്കെ തപ്പിയെടുത്തിട്ട് ഉള്ള ഇതൊന്നും നമുക്ക് ഈ ഒരു പടത്തിനെ കുറിച്ച് പറയേണ്ടതിൽ ആവശ്യമില്ല എന്ന് തോന്നുന്നത്. ഞാൻ പറയാം, മ്യൂസിക് അടിപൊളി, അങ്ങനെ അഭിപ്രായങ്ങൾ പറയാം, പേരൊന്നും ഞാൻ എടുത്തു പറയാൻ നിങ്ങളെ ആ പറയുന്നതിന് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം നമ്മൾ കണ്ട ഒരു പടം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ മതി, കാരണം എല്ലാം അതിൻ്റെതായ ഒരു രീതിയിൽ പറയുന്നതായി നല്ലത്. കാരണം പേരൊക്കെ ഇനി എടുത്ത് കുറിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ അത്രത്തോളം ഡീപ്പായിട്ട് ഞാൻ പഠിക്കണമെന്നില്ല. നമുക്ക് കണ്ട ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാൻ നിൽക്കുന്നത്. പടം തുടങ്ങുന്ന തന്നെ ദുബായ് ബേസിൽ നിന്നാണ്. അവിടെ നിന്ന് പുള്ളിന്റെ നമ്മുടെ ബേസിൽ ജോസഫിന്റെ കല്യാണ സംബന്ധമായിട്ട് നടക്കുന്ന ആ ഒരു ഇതന്നെയാണ്, പ്രോസസ്സാണ് പിന്നെ നടക്കുന്നത്. പിന്നെ വന്നിട്ട് പിന്നെ പൃഥ്വിരാജ് സുകുമാരനെ കാണിക്കാൻ തുടങ്ങിയപ്പോ തുടങ്ങിയ ചിരിയാണ്. പടം കഴിയുന്നത് വരയ്ക്ക് എൻറ്റയർലി ഒരു എന്റർടൈനർ ലെവൽ നമുക്ക് സമ്മാനിച്ച ഒരു തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞൊരു പടം. അവര് പറയുന്നുണ്ട്, ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞാണ്, ഇതൊരു കല്യാണത്തിന്റെ ഒരു നമ്മുടെ ഈ ജയ ജയ ഹേ പോലെയുള്ള ഒരു ഇതല്ല, പക്ഷെ മറിച്ച് ഇതൊരു അളിയൻ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ശരി തന്നെയാണ്, അളിയൻ തമ്മിലുള്ള ഒരു ഇത്, സ്നേഹം, പിണക്കം, അടി, ആ ഒരു രീതി, അത് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലെവല്, അതാണ് അവിടെയാണ് ഒരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ തരംഗമായിട്ടുള്ള ആ ഓരോരോ ഇൻസിഡന്റ്, ന്യൂസിൽ വന്ന ഒരു ഇൻസിഡന്റ്, ഇതെല്ലാം കൂടിയിട്ട് വേണ്ട അടുത്ത് കറക്റ്റ് ലെവലിൽ പ്ലേസ് ചെയ്യാൻ നമ്മുടെ ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട്. ബേസിൽ ജോസഫിന് സാധാരണ അറിയാലോ, നമുക്ക് ബേസിൽ ജോസഫിന്റെ അഭിനയത്തിൽ വലിയ ഒരു മാറ്റമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എല്ലാ സിനിമയിലും പുള്ളി ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ് അത് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. പക്ഷേ ബേസിൽ ജോസഫ് ഇപ്പോഴും ഓരോരോ കുടുംബത്തിൽ എന്താ പറയാ, കുടുംബത്തിലെ മകനാണ്, ഒരു അനിയനാണ്, ഒരു ചേട്ടനാണ്, എല്ലാവർക്കും അങ്ങനെയാണ് ആ പുള്ളി. അതുകൊണ്ട് തന്നെ പുള്ളി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും എല്ലാ പ്രേക്ഷകരും, അമ്മമാരായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, താഴെയുള്ളവർ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ട് ബേസിൽ ജോസഫിനെ കൊണ്ട്. അത് പുള്ളി ചെയ്തതെന്ന് വലിയൊരു ഇമോഷണൽ ആയിട്ടോ ഒരു വലിയ അങ്ങനെയുള്ളൊരു വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നുമല്ല. പുള്ളി സാധാരണ രീതിയിൽ എല്ലാ പടങ്ങളിലും എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇതിലും ചെയ്തു വെച്ചിട്ടുള്ളൂ. അങ്ങനെ വലിയൊരു രീതിയിലൊന്നും ചെയ്തു വെച്ചിട്ടില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പുള്ളിനെ. അതാണ് ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞ ആ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പുള്ളിനെ ഏറ്റെടുത്തിരിക്കുന്നത്. അത് പുള്ളി എല്ലാ പടം ചെയ്താലും അതിൻ്റെതായ രീതിയിൽ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം പുള്ളിനെ അറിയാം, പുള്ളിനെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സിനിമ നടന്നുള്ള ലെവലിലല്ല, ലാഭത്തോടെ അല്ല കാണുന്നത്. നമ്മുടെ വീട്ടിലൊരാള്, നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അവിടെ നിന്ന് പെർഫോമൻസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പകർപ്പ് അവിടെ നിൽക്കുന്നു എന്നുള്ളൊരു തോന്നുന്നു. കാരണം എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ്, ഒരു ക്യാരക്ടറൊക്കെയാണ് പുള്ളിക്ക് കിട്ടുന്നത്. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ, ആ ചങ്ങായിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. ഒന്ന് കൊടുത്താൽ 100 ചെയ്ത് കാണിക്കുന്ന ആളാണ്. നമ്മൾ ഈ ഒരു പാവാട, പിന്നെ ബ്രോഡാഡി, അങ്ങനെ കുറച്ച് സിനിമകളുണ്ട് ഇങ്ങനെ കോമഡി ബേസ് വരുന്ന. രാജുവേട്ടനെ നമ്മുടെ ഈ ഒരു ബ്രദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ അങ്ങനെ കോമഡി ബേസ് വരുന്നത്. ഇത് വേറൊരു ലെവല് കോമഡി. പുള്ളി ചെയ്യുന്നതൊക്കെ സീരിയസ് ആയിട്ടാണ് അവിടെ, പക്ഷെ പ്രേക്ഷകർ ഇരുന്ന് ചിരിക്കുകയാണ്. ഞാൻ അടക്കമുള്ളവർ എന്റെ കടയാൻ തുടങ്ങി പുള്ളിക്കാരന്റെ ഓരോ ആക്ഷനും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ. അത്രയും അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്നൊരു ആടുജീവിതം എന്ന് പറഞ്ഞ പടം കണ്ടിട്ട്, അല്ലെങ്കിൽ പുള്ളിന്റെ ഇതൊക്കെ കണ്ടിട്ട് ഇതിലോട്ട് വരുന്ന സമയത്ത്
ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്. അവർക്ക് അങ്ങനെയുള്ള പയ്യ ഇങ്ങനെയായി, ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പെർഫോമൻസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രീതി രണ്ടും കമ്പയർ ചെയ്ത് കാണുന്നുണ്ട്. പക്ഷെ ആടുജീവിതം കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു പടം കാണുമ്പോൾ പൃഥ്വിരാജ് സുകുമാരനെ ഒന്നും കൂടി കൂടുതൽ ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലൊരു ചേട്ടൻ എന്നുള്ള ലെവലിൽ നമുക്ക് ഇഷ്ടപ്പെടും. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് പുള്ളി ആ അഭിനയം. കാരണം ഇതൊരു കുഞ്ഞു സിനിമയാണ് നമുക്ക് കാണാം, പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ രീതിയിലുള്ള ഒരു വർക്ക് നടത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണുന്ന ഒരു കുഞ്ഞു സിനിമ പോലെയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് പുള്ളി ഇട്ടിരിക്കുന്ന എഫേർട്ട്, ആ കോമഡി ഫലിപ്പിക്കാൻ പറ്റും. ഓവറല്ല. ചിലരൊക്കെ പറയുന്നത് പാവാടിയിലൊന്നും ഒരു അഭിനയമില്ല. പുള്ളി ചെയ്തിരിക്കുന്നത് ഒന്നും പറയാനില്ല. ഒരു നോ രക്ഷ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ബേസിലിന്റെ അനിയനായിട്ട് അഭിനയിച്ച പയ്യൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ജഗദീഷ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതും സൂപ്പറായിരുന്നു. അമ്മയായിട്ട് അഭിനയിച്ച സൂപ്പറായിരുന്നു. പിന്നെ ജയഹിലെ അമ്മ, ബേസിലിന്റെ അമ്മയുടെ ഇതില് പൃഥ്വിരാജ് സുകുമാരന്റെ വീട്ടിലൊരു ജോലിക്കാരായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നമ്മൾ ന്യൂസിനെ ആസ്പദമാക്കിയിട്ട് കുറെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു പണ്ടല്ല, കുറച്ചു മാസങ്ങൾക്ക് ഒരു വർഷം മുമ്പോ ഒരു ബൈക്ക് കൊണ്ടുവന്ന് നേരെ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ പെട്ട ഒരു അവസ്ഥയുണ്ട്. ബൈക്ക് ഓടിച്ചിട്ട് വന്നിട്ട് പുള്ളിക്കാരി തെറിച്ച് ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ ബൈക്ക് നിൽക്കുന്നത്, അതിന്റെ ഇത്. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, എന്റെ മകളുടെ കല്യാണം ബർത്ത്ഡേ എല്ലാരും വരണട്ടോ എന്നൊക്കെ പറയുന്ന ആ ഒരു സീന്. പിന്നെ ഉള്ളത് പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കല്യാണ പന്തലിൽ നിന്ന് അടി. ഇതെല്ലാം ഡയറക്ടർ കറക്റ്റ് ലെവലിൽ നോട്ടീസ് ചെയ്ത് കറക്റ്റ് ലെവലിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓരോരോ സെറ്റപ്പുകളും കാര്യങ്ങളെല്ലാം അതെല്ലാം സൂപ്പറാണ്. കാരണം ഒരു എന്താ പറയാ, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് അത് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തൊട്ട് മുമ്പുള്ള സിനിമകൾ കണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമലു എന്ന് പറഞ്ഞ പടത്തിൽ നമ്മൾ അത് കണ്ടതാണ്. അത് ഇതിൽ വീണ്ടും അത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അത് വിജയകരമായിട്ടുണ്ട്. മ്യൂസിക് ഒരു രക്ഷയില്ല. പിന്നെ അതിലൊരു സോങ് ഉണ്ട്, ഒരു കല്യാണ സംബന്ധമായിട്ട് നടക്കുന്ന ഒരു സോങ് ഉണ്ട്. അതെനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ അതിനെ കവറപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ അജു വർഗീസിന്റെ ഒരു സോങ് ഉണ്ട്. അത് അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്കൂടെ കടന്നു പോകുന്ന ആ ഒരു സീനിനെ അതിൻ്റെതായ നല്ല രസമായിട്ടുള്ള അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു പാട്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ട്, അത് സൂപ്പറായിട്ട് അത് അജു വർഗീസ് അടിപൊളി ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് ലാസ്റ്റിൽ വരുന്ന ആ ഒരു ക്ലൈമാക്സ് സീനിൽ മൊത്തം കാണിക്കുന്ന ഗുരുവായൂർ അമ്പലത്തിൽ മൊത്തം ഒരു എറണാകുളം സെറ്റ് ഇട്ടതെന്ന് ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട്. കാരണം ബേസിൽ ജോസഫിനെയും പൃഥ്വിരാജ് സുകുമാരനെയും പോലുള്ള ആൾക്കാരും പിന്നെ അതിന് കൂടെ അഭിനയിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുമായിട്ട് അവിടെ പോകുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവര് ഗുരുവായൂർ അമ്പലം സെറ്റ് ആർട്ട് ടീം ഒരു രക്ഷയില്ലാണ്ട് അതിൽ കറക്റ്റ് ലെവലിൽ നമുക്ക് സംശയം ഗുരുവായൂർ അമ്പലം ആണല്ലോ നമുക്ക് ഡൗട്ടായി പോകുന്ന തരത്തിൽ അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. അതും അടിപൊളിയായിട്ട് അവര് സെറ്റാണെന്ന് അറിയിക്കാത്ത ലെവലിൽ വരെ അവർ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വിചാരിച്ചു പോകും ഇത് സെറ്റല്ല എന്നുള്ള, ചിലവര് വിചാരിച്ചു പോകും. അങ്ങനെയാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ബൈജു ഉണ്ട് അടിപൊളിയായിട്ട്, നീല വിമലിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അത് അടിപൊളി. നീല വിമലിന്റെയും അനശ്വര രാജനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ അവരുടേതായ ക്യാരക്ടർ. കാരണം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു പടത്തിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആരെയും വന്നിട്ട് തല കാണിച്ചിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു പരിപാടി ഇതിൽ ചെയ്തിട്ടില്ല. കാരണം ചില സീനുകൾ ഇങ്ങനെ നമ്മൾ ഈ പ്രിയദർശൻ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ല, ഒരു 4-5 സ്ഥലങ്ങളിൽ ഒരുമിച്ച് നടന്ന അവസാനം ഈ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് വരുന്ന ഒരു സെറ്റപ്പ്. അത് പല സീനുകളും നമുക്ക് വ്യക്തമാണ്. നമ്മൾ ഇപ്പൊ ഇങ്ങനെ പിടിച്ചിരുത്തില്ലേ ആ സീനുകൾ, അങ്ങനത്തെ കുറച്ച് സീനുകൾ ഇതിൽ നിലവിൽ 2-3 സീനുകൾ അങ്ങനെയുണ്ട് നമുക്കിവിടെ. കാരണം 4-5 ഭാഗത്തൊക്കെ ഒരു സെറ്റപ്പ് നടക്കേണ്ടത് അതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു രീതിയെല്ലാം അതാണ് പറഞ്ഞത്. എഡിറ്റിംഗ് ആൻഡ് ഡയറക്ടർ ബ്രില്യൻസ് സൂപ്പർ. ഒരു ഫാമിലി എന്റർടൈനറാണ്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ധൈര്യമായിട്ട് 110 രൂപ 150 രൂപ കൊടുത്തൊക്കെ പടത്തിന് ധൈര്യമായിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത്. അതിൽ കാരണം മലയാളത്തിന്റെ ഒരു വസന്തകാലമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മലയാള സിനിമകളുടെ അതിൽ വിരലിലുണ്ടാവുന്ന 1-2 പടങ്ങളുടെ ഒരു പരാജയത്തിന് ശേഷം ഇപ്പൊ വന്നിരിക്കുകയാണ് വീണ്ടും ഒരു ഹിറ്റ് തന്നെയാണ്. കാരണം ഞാൻ പോണ സമയത്ത് അധികം തിരക്ക് എന്ന് വെച്ചാൽ ഒരു 50% അല്ലെങ്കിൽ 40% ആൾക്കാർ അവിടെ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് ഈ ഒരു പടത്തിന്റെ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള അലർച്ചയായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അത്രയും അടിപൊളിയായിട്ട് ആ പടം എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മള് ഒരു കല്യാണ സംബന്ധമായിട്ടുള്ള ഈ കഥ നടക്കുന്നുള്ള കാര്യം അറിയാം, ഒരു അളിയനും തമ്മിലാണ്. പക്ഷെ അതിനെ കൊണ്ടുപോയിരിക്കുന്ന രീതി
സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്തായാലും 100 കോടി അല്ലെങ്കിൽ ഈ ഒരു പടം എല്ലാവരും ഏറ്റെടുക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല.